ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. ഭാഷ തൻ മാദക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. അതെ, ഇത് ആരോടാണ് ഈ പൊക്കോളം പറഞ്ഞ? ആരോടാണ്? അല്ല, എങ്ങനെ കാണിച്ച് പൊക്കോളം? ഞാൻ പാട്ടിന്റെ റൂട്ട് പിടിച്ച് വന്നാ. പാട്ടിന്റെ റൂട്ട് പിടിച്ചു വന്നത്? അല്ല, ഇത് ആരാണ് സംഭവം? എനിക്ക് മനസ്സിലായില്ല, ആളെ മനസ്സിലായില്ല. കിവി. അത് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സിന്റെ പേരല്ലേ? അത് കിവി. ഞാൻ കവി. എന്റെ കായ്ക്ക് വള്ളിയില്ലേ? ഈ വള്ളിയില്ലാത്ത കായായിട്ട് വന്ന കവിയുടെ പേര് എന്നോട് പറഞ്ഞില്ല. കൊക്കാച്ചി ചന്ദ്രൻ. കൊക്കാച്ചി ചന്ദ്രൻ. സുഹൃത്തെ, വേറെ തോന്നരുത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലെങ്കിൽ ഞാനൊരു സജഷൻ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ കോക്കാച്ചി ചന്ദ്രൻ എന്നല്ലേ പേര്? അതിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. കൊക്കാച്ചി എന്നുള്ള ഭാഗമായിരിക്കും. അല്ല, ചന്ദ്രൻ ഒഴിവാക്കായിരുന്നു. വെച്ചുകെട്ട് പോലെ ഫീൽ ചെയ്യുന്നു. എടാ, താൻ അങ്ങനെ കളിയാക്കിയെന്ന് വേണ്ട. എന്നെ കുറിച്ച് തനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കുന്നത്. എന്താ അറിയാൻ പറ്റാത്ത? ഞാനൊരു തൂലിക പടവാളാക്കിയ കവിയാണ്. എന്നിട്ടോ ഹർത്താലിന്റെ പോലീസ് പിടിച്ചു. പടവാള് മാരകായുധാന്ന് പറഞ്ഞ് പിടിച്ചു. അത് ശരി. അല്ല, ഞാൻ ഈ സാധാരണ ഇങ്ങനെ കേൾക്കാറുണ്ട്, എല്ലാ കവികൾക്കും ഒരു തൂലികാനാമം ഉണ്ട്. എനിക്കും ഉണ്ടല്ലോ തൂലികാനാമം. എന്താണ് എന്റെ തൂലികാനാമം? ലക്സി. ലക്സിയോ? അതെന്താണ്? ഇതാണ് എന്റെ തൂലിക. ഇല്ല, എഴുതി വെച്ചിട്ടുണ്ട് ലക്സി. 5 രൂപയുള്ളൂ. എന്ത് തോന്നിയവാസം വരെ എഴുതി പിടിക്കും. പിന്നെ ഒരു കാര്യമുള്ളൂ, എഴുതാനുള്ള പേപ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങയുടെ നാമധേയം എന്താണ്? കേമന മോഹനൻ. സ്വയം തീരുമാനിച്ചു. എന്നത്? കേമന മോഹനൻ. ഞാൻ കേമന എന്നല്ല പറഞ്ഞത്, കെ മനോ മോഹനൻ. അതാണ് എന്റെ പേര്, കെ മനോ മോഹനൻ. പേര് കേട്ടതൊന്നും ജഡ്ജിയാന്ന്. പണി ആക്രിപ്പണി. നിങ്ങൾ ഈ ആക്രിയുടെ കേസ് പറഞ്ഞ ഞങ്ങൾ കളിയാക്കാൻ വേണ്ടി നിൽക്കല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഉള്ളിൽ മുഴുവനുള്ള കലാകൃതയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. എനിക്ക് ഞാൻ വായിക്കാത്ത കവിതകളില്ല, കേൾക്കാത്ത കവിതകളില്ല. എന്റെ കവിത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കവിതയല്ല ഞാൻ എഴുതുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടും. മനസ്സിലായില്ല? ടഫായിട്ടുള്ള കവിതകളാണ്. ഞാൻ കവിത എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോലും വായിക്കാൻ പറ്റിയല്ല. അക്ഷരത്തെറ്റ് കാണോ? അതായിരിക്കും. അതല്ല, അത്ര കടുകട്ടിയ വാക്കുകളെ ഞാൻ ചോദിക്കുന്നു. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു. അതായത് ഈ ജലം ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് അത് നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്ന് അത് ഖനീഭവിച്ച് തുള്ളി തുള്ളിയായി മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സിരകരെ ലഹരി പിടിപ്പിക്കുന്ന ഒരു സംഭവമാണത്. അതായത് കള്ളവാറ്റ്. അതാണ് പരിപാടി. അതിനാണ് ഈ ജുബായിട്ടോട്ടോ നീ പുൽക്കാന്താടിയും വെച്ചോ ഇവിടെ കിടന്ന് ഷോ കാണിക്കണം. അതൊന്ന് വിട്. അതാണോ നമ്മുടെ കണ്ടന്റ്? കണ്ടന്റ് എന്താന്ന് പറയാ? കണ്ടന്റ് ഇവിടെ കെട്ടിവെച്ചങ്ങനെ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഇതെന്താണ്? കവിതാ സമാഹാരമാണോ? അല്ല, പഴയ പത്രങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇവിടെ മനസ്സിലായില്ല. ഇത് എന്താ സംഭവം? ഇതങ്ങ് എടുത്തിട്ട് ഒരു ക്വാർട്ടറിനുള്ള പൈസ തരണം. ക്വാർട്ടറിനുള്ള പൈസയോ? ക്വാർട്ടർ കവിയാന്ന് പറഞ്ഞത്? ക്വാർട്ടർ ആര് പറഞ്ഞു? നിങ്ങൾ ക്വാർട്ടർ എന്നല്ലേ ഇപ്പൊ? ഞാനല്ല ക്വാർട്ടർ എന്ന് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്. അവരല്ല. ആ പുള്ളിയായിരിക്കും ക്വാർട്ടർ എന്ന് പറഞ്ഞത്. പുള്ളി ക്വാർട്ടറിന്റെ ആളൊന്നുമല്ല. ക്വാർട്ടർ കണ്ടറിയാൻ ക്വാർട്ടറിൽ അര മേടിക്കുന്ന ആളാണ് പുള്ളി. കൂട്ടരെ ഞാൻ ക്വാർട്ടർ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താണ് പറഞ്ഞത്? കോട്ടയത്ത് പോകാനുള്ള കാശിങ്ങിത്താ. അത് ഈ പത്രം വിറ്റിട്ട് എന്തിനാണ് നിങ്ങൾ കോട്ടയത്തിന് കൂടെ? എന്തിനാണ് പത്രം ഓഫീസിൽ? എന്തിനാണ്? എന്റെ കവിതാ പത്രാധിപരുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട്. ഒന്നാമത് ഇപ്പൊ മഴ സീസണാണ്, അതുകൊണ്ട് പത്രം ഞാൻ എടുക്കണില്ല. ഒരു ലോഡ് പത്രം അവിടെ നനഞ്ഞു കിടക്കുവാണ്. ആ ഒരു ലോഡിന്റെ കൂടി ഒരു കെട്ട് കിടക്കണമെന്ന് നനയട്ടെ. ഒരു 150 രൂപയെങ്കിലും. ശരി, എന്തായാലും 1-ാം തീയതി ആണല്ലോ. 1-ാം തീയതി നിങ്ങൾ വന്ന് കയറിയുണ്ട്. ഞാൻ ഈ സംഭവം ഞാൻ എടുക്കാം. അയ്യോ, 1-ാം തീയതിയാണോ? 1-ാം തീയതിയാണ്. അപ്പൊ 150 പോലെ 250 വേണം. 1-ാം തീയതി ബ്ലാക്കിൽ എടുക്കുമ്പോൾ 100 രൂപ കൂടി കൊടുക്കും. എന്താണ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എഴുതുന്ന മഷി ബ്ലാക്ക് ആണല്ലോ. ആ ബ്ലാക്ക് മഷി കൊണ്ട് എഴുതിയാലേ തെളിയുള്ളൂ. അത് ഞാനത് മനസ്സിൽ പറഞ്ഞോ. അതായിരുന്നല്ലേ സംഭവം? എന്തായാലും ഞാൻ ഓക്കെ, എന്തായാലും ഞാൻ എടുക്കാം. ഒരു കാര്യം, ഒരു 200 രൂപ ഉണ്ട്. ഇനി ഞാൻ അതേ ചൊല്ലി വേറെ സംസാരം വേണ്ട. 200 രൂപയുണ്ട്. 50 രൂപ വീണ്ടും മിലിറ്ററിക്കാരനോട് കരം പറയണം. 1-ാം തീയതി അവധി കണ്ടുപിടിച്ചതാണാ. സത്യം പറഞ്ഞ ഇതിനൊക്കെതിരെ വേണം എന്റെ തൂലിക ചലിപ്പിക്കാൻ. ഞാൻ ചലിപ്പിക്കും തൂലിക. ഞാൻ ശരിക്കും ഞാൻ ചലിപ്പിക്കും. ഇത് വിറക്കാനല്ല. പിന്നെ എന്താണ്? എനിക്ക് എഴുതാനുള്ള ത്വര കയറി വരുന്നതാണ്. വരുമ്പോ കൈ ഇങ്ങനെ അപ്പൊ ഈ ത്വര മാറാൻ എന്ത് ചെയ്യണം? 1.5 അടിച്ചാൽ മതി. 1.5 അടിക്കണോ? 1.5 അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 1.5 കവിത രാവിലെ ഇങ്ങനെ എഴുതിയാൽ മതി. ആ വിറയങ്ങ് മാറും. കവിത അങ്ങനെ 1.5 കവിതയായിട്ട് നിങ്ങൾ എഴുതുമോ? പിന്നെ അതെന്നറിയോ, ഈ തലേ ദിവസം ചില ചാത്തൻ കവിത അടിക്കും. ചാത്തൻ കവിത എഴുതും. ചാത്തൻ കവിത 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുമ്പോ തല പൊളിക്കണ വേദനയായിരിക്കും. അപ്പൊ വെറുമായിട്ട് ഒരു 1.5 കവിത എഴുതും, വിറവിലും മാറും. പിന്നെ വൈകിട്ട് ഒരു 4 പേര് കൂടി ഷെയർ ഇട്ടൊരു കവിത എഴുതും. കവിത എഴുതുമോ? ഞങ്ങൾ 4 കവികൾ കൂടി വട്ടം വളർന്നിരുന്ന് ഒരു ഒറ്റ പേപ്പർ ഒരു ഫുള്ളിന്റെ കവിത എഴുതും. ഈ ഒരാള് 2 പേര് വെച്ചെഴുതുമ്പോ ഒരു ഫുൾ കവിതയായി. സംഭവം എനിക്ക് മനസ്സിലായി. വെള്ളം അടിക്കാൻ വേണ്ടിട്ട് പത്രം കൊണ്ട് വിറ്റാണല്ലേ? എന്നിട്ട് ഇവിടെ തോന്നിവാസം പറയാൻ വേണ്ടി തോന്നിവാസം പറയാൻ വേണ്ടി എന്റെ പൈസ കൊണ്ട് ഞാൻ വെള്ളം അടിക്കാൻ നിനക്കല്ല. അത് ശരി. പരിപാടി നോക്കിയാൽ മതി. കവിനെ അടിക്കും ഞാൻ കത്തരക്കാൻ അറിയാമല്ലോ. നിനക്ക്
കൊക്കാച്ചിന്റെ എന്താ നിനക്കറിയണം? നീ ഭീമനേന്റെ അവിടെ നിന്ന് തിരക്കി നോക്കണം. കൊക്കാച്ചാരും നിനക്ക് അപ്പം മനസ്സിലാവും. അയ്യോ രമ, എന്നാ രമേ? നിങ്ങൾ ഞാൻ ആ തട്ടും പുറത്ത് വെച്ചിരുന്ന പത്രക്കെട്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റല്ലേ? അതിന് ബഹളം ഉണ്ടാക്കണില്ല. അത് ചെതലരിച്ച് പോണ സാധനമല്ലേ, അത് ഞാൻ എടുത്തു കൊടുത്തു. അതല്ലെന്ന്, ആ പത്രക്കെട്ടിന്റെ ഉള്ളിൽ അമ്മ തന്ന 1.5 പവന്റെ മാലയാ ഞാൻ എടുത്തു വെച്ചിരുന്നത്. 1.5 പവന്റെ മാല നിന്റെ അമ്മയപ്പോ തന്നു? അത് നിങ്ങൾ ആ ശ്രീധരത്തിന്റെ പേരും പറഞ്ഞ അവിടെ കിടന്ന് വെച്ചെടുത്തില്ലേ, അന്ന് വന്നായിരുന്നു. എന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇനി വെളിവില്ലാത്തവളെ 1.5 പവന്റെ മാല കൊണ്ട് പത്രത്തിനകത്താണ് ഒളിപ്പിക്കുന്നത്. അത് വല്ല അരിപ്പാട്ടക്കത്തവും മറ്റേ മുളകുപാട്ടക്കത്തവും ഉണ്ട്. അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോകൂലേ? പത്രക്കെട്ടിനകത്തോണ്ട് ഞാൻ എടുത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, എന്റെ മാല എനിക്ക് ഇപ്പൊ വേണോന്ന്. എനിക്കതല്ല, എന്റെ ദൈവമേ, 1.5 ലക്ഷം രൂപയുടെ മുതലാണല്ലോ 200 രൂപ മേടിച്ച് അങ്ങോട്ട് കെട്ടിയേപ്പിച്ചത്. ഇവിടെ നിന്ന് പുറകോർക്കാന്ന് പോയി മേടിച്ചിട്ട് വന്ന എന്റെ മാല എനിക്ക് ദേഷ്യം കേട്ടിട്ടുണ്ട്. അതിനകത്ത് മാല ഉണ്ടെന്ന് ആ പുള്ളിക്കാരൻ അറിഞ്ഞാൽ അതും അടിച്ചു മാറ്റാൻ നമുക്ക് തരത്തില്ല. പിന്നെ എന്ത് ചെയ്യും? പണി ചെയ്യാം, നീ ബഹളം ഉണ്ടാക്കാം. ഞാനൊരു നയത്തിൽ അതങ്ങ് മേടിക്കാം. നിങ്ങൾ പോയി മേടിച്ചേ ജില്ലി. മോഹനൻ സാറേ, മോഹനൻ സാർ. അല്ല, നീ ആദ്യം എന്നെ മോഹന സാറെന്നല്ലോ വിളിച്ചത്. എടാ നീ നാറിന്നല്ലേ നീ എന്നെ ആദ്യം വിളിച്ചത്? അല്ലടാ, ഒരു തമാശക്ക് വിളിച്ചതല്ലേ? ഇത്രയും നേരം ഷോ കാണിച്ചിട്ട് കയറി വന്നേക്കണ. പുള്ളിയുടെ മൂടി ശരിയല്ലേ, വാ പോകാം. ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ പോകാം. സാറേ, ആദ്യം ഞാനൊരു പത്രക്കെട്ട് തന്നിട്ട് ഒരു 200 രൂപ ഇങ്ങോട്ട് മേടിച്ചില്ല. 200 രൂപ അങ്ങ് പിടിച്ചിട്ട് ആ പത്രക്കെട്ട് ഇങ്ങത്താ. അത് ശരിയാവണ കേസല്ലത്. 1-ാം തീയതി മേടിച്ച സാധനം ഒരു കച്ചവടമാണ്. അത് ഞാൻ തരത്തില്ല. എനിക്കതൊരു വിശ്വാസമാണത്. ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് 1-ാം തീയതി വിശ്വാസം? ഞങ്ങളെ കച്ചവടക്കാർക്ക് അത് വിശ്വാസമാണ്. 1-ാം തീയതി നടന്ന ബിസിനസ് ആണ്. അത് തിരിച്ച് നമ്മൾ പിടിക്കണ വിഷയമില്ല. ഇല്ല, പുള്ളി ഭയങ്കര വിശ്വാസിയാന്നാ പറയണത്. ഇപ്പൊ എന്ത് ചെയ്യും ചേട്ടാ നമ്മള്? ഒരു പണി ചെയ്യാം, വിശ്വാസത്തെ കയറി പിടിക്കാം. വേണ്ട, ഞാൻ ചോദിച്ചോളാം, ഇങ്ങോട്ട് മാറി. ചേട്ടാ, അതൊന്നും അല്ല കാര്യം. പിന്നെ എന്താണ്? ചേട്ടാ, പത്രത്തില് സ്വർണ്ണമുണ്ട്. ഏതാണ് പത്രത്തിൽ സ്വർണ്ണം? അല്ല, പത്രത്തിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാന്നറിയോ, ഞങ്ങളെ ഈ കുറച്ച് പഴയ സ്വർണം വിൽക്കാനുണ്ട്. അപ്പൊ പഴയ സ്വർണത്തിന്റെ വില പഴയ പത്രത്തിലുണ്ടല്ലോ, അത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പത്രം ചോദിച്ചത്. അല്ല, നിങ്ങൾ ഇപ്പോഴല്ലേ സ്വർണം മേടിക്കണം? അപ്പൊ പിന്നെ പുതിയ പത്രത്തിൽ, ഇന്നത്തെ പത്രത്തിലല്ലേ സ്വർണത്തിന് വില കിടക്കുന്നത്? പൊന്നു സുഹൃത്തെ, ഞങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണമല്ലേ, അതിന്റെ വില പഴയ പത്രത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പഴയ പത്രം ചോദിച്ചത്. പുതിയ പത്രത്തിൽ പുതിയ സ്വർണത്തിന്റെ വിലയല്ലേ ഉള്ളൂ. പത്രക്കെട്ടേക്ക് പത്രക്കെട്ട് തന്നെ പ്രശ്നമില്ല. നിങ്ങൾ പോയി അവിടെ നിന്ന് പത്രക്കെട്ട് തന്നെ വിഷയമില്ല. എടുത്ത കച്ചവടമാണ്, ഞാൻ തരികയില്ല. പോ, ഇല്ല പോ. ഒരു പണി ചെയ്യാം, ഇനി ഒറ്റ വഴിയുള്ളൂ. നീ എന്തെങ്കിലും പറഞ്ഞ് ഈ ഫോൺ നമ്പർ ഉണ്ടോ, ആ ഫോണിലേക്ക്, പുള്ളിയുടെ ഫോണിലേക്ക് വിളി. പുള്ളിയുടെ ശ്രദ്ധ മാറ്റുമ്പോൾ ഞാൻ പത്രക്കെട്ട് അടിച്ചു മാറ്റാം. അതെങ്ങനെയുണ്ട്? ഹലോ ഹലോ, ആക്രിക്കടയല്ലേ? അല്ലല്ലോ, ലുലുമാളാണല്ലോ. മനുഷ്യനെ പറ്റിച്ചു തോൽവിയായിട്ട് വിളിച്ചത്. എന്തിനാണ് കട്ട് ചെയ്തത്? അതെ, ഞാൻ വിളിച്ചത് ലുലു മാളിലേക്കാ. ആര് പറഞ്ഞു? അവിടുത്തെ ഓണർ ലൂസിഫർ ഫോൺ എടുത്തേ. ലൂസിഫർ? ഈ വലിവില്ലാത്തവരെ യൂസഫ് അലി. നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു നിൽക്കുന്നത്, ഒന്നുകൂടെ വിളിക്കണി. ശ്രദ്ധ മാറ്റണം കേട്ടോ. എന്ത് കഷ്ടമാണ് പറയാത്. ഹലോ, ലുലു മാളല്ലേ? അല്ലല്ലോ, ആക്രിക്കടയാണല്ലോ. ആക്രിക്കടയാണല്ലേ ചേട്ടാ? ഇവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കോ? ഇല്ല, പുതിയ സാധനം മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. ചുമ്മാ വെളുപ്പില്ലാണ്ട് ഓരോരുത്തർ വിളിച്ചോളും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്ത് കഷ്ടമെന്ന് പറ. എന്താണ് ഇങ്ങനെ നിൽക്കണത്? ഞാൻ നാളെ ഒരു ടാബ്ലോ മത്സരത്തിൽ പോകും. അതിന് ഹനുമാൻ മലയായിട്ട് പോകുന്നത്. അതിന്റെ റിഹേഴ്സൽ എടുത്ത് നോക്കിയതാ. ഹനുമാൻ പോകുന്ന മരുത്താമലയായിട്ടല്ലേ പോണത്, അല്ലാണ്ട് പത്രക്കെട്ടുപാട്ടല്ലേ പോണത്. ചുമ്മാ ഉടായിപ്പിറക്കല്ലേ പൊട്ടിയോ? എന്താണ് പൊട്ടിയത്? പൊട്ടണ എന്ത് സാധനം? പൊട്ടണ എന്ത് സാധനം അതിനകത്തുള്ളത്? പത്രക്കെട്ടിനകത്ത് എന്താണോ പൊട്ടണ സാധനം? അതിനകത്ത് ചില്ലക്ഷരങ്ങളുണ്ടോ? അത് പൊട്ടിക്കാണും. ചില്ലക്ഷരം പൊട്ടാനുള്ള അവസ്ഥ അറിയാവുള്ളൂ. സ്വരാക്ഷരത്തിനും വ്യഞ്ജനാക്ഷരത്തിനും കയറി പറ്റത്തില്ലേ? ഒറ്റ മാർഗ്ഗമുള്ളൂ. ഇങ്ങോട്ട് ഞാൻ അക്ഷരം കൊണ്ടുപോയി നന്നാക്കി എടുത്തോളാം. പത്രക്കെട്ട് തന്നെ പ്രശ്നമില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ ശരി. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേ, നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന് എനിക്കറിയാം. അതെന്തിനാണ് ഇവിടെ പറയുന്നത്? നമ്മളറിഞ്ഞപ്പോൾ ആകാശം കേട്ടെ, എനിക്കറിയാം മേടിക്കാനായിട്ട്. മാറി എന്റെ ഭർത്താവിന് ഒരു തെറ്റുപറ്റി. എനിക്ക് ആ പത്രക്കെട്ട് തിരിച്ചു വേണം. എന്താ ഇത്? ഒരാള് വിൽക്കാൻ വരിക, മറ്റൊരാള് വാങ്ങിക്കാൻ വരിക. ഇതെന്താ വെള്ളരിക്ക പട്ടണാണോ? ഞാൻ മേടിച്ച സാധനം ഞാൻ തിരിച്ചു തരില്ല. നിങ്ങൾ ആ പത്രക്കെട്ട് എന്ത് ചെയ്യാൻ പോവാ? അതുകൊണ്ട് ഞാൻ ചിലപ്പോ പട്ടം ഉണ്ടാക്കി കളിക്കും, ചിലപ്പോ ആരോ വിട്ട് കളിക്കും, ചിലപ്പോ ഒന്നും അല്ലെങ്കിൽ ഞാൻ പിച്ച് കീറിട്ട് കാറ്റിൽ ഇങ്ങനെ പറത്തി കളിക്കും. അത് ശരി. മോഹൻലാലും മഞ്ജുവാരി നിങ്ങളെടുത്തിട്ട് എനിക്ക് അവന് മോഹൻലാലിന്റെ വല്ല വികൃതം ഉണ്ടോ നോക്കി. ഓ, നിങ്ങൾ പിന്നെ മോഹൻലാൽ ആണല്ലോ. നീ പിന്നെ വല്ല മഞ്ജുവാരിയാണോ? എനിക്ക് മേടിച്ചെന്നില്ല, ഞങ്ങൾ നിങ്ങൾ കൊല്ലൂന്ന് ഓർത്തോ.
കാര്യം വിട്ടു ആ പോയി ചോദിച്ചേ ഒന്ന്. അതെ സപനോം കി സിന്ദഗി ജോ കബി ഖതം. മോഹൻലാലി തന്നെ കിടക്കുവല്ലേ, ഞങ്ങളത് വിട്ടു. പത്രത്തിലെ കേസാണ് ഈ പത്രം. ഞാൻ തന്നെ പ്രശ്നമില്ല കാര്യം നേരത്തെ ഞാൻ പറഞ്ഞേക്കാം. ചേട്ടാ എന്നാ ഞാൻ സത്യം പറയട്ടെ. എന്ത് നിങ്ങൾ കുറെ നേരം സത്യം എന്താണ് കാര്യം പറയുന്നത്? അതെന്താന്നറിയോ, എന്റെ കെട്ടിയോനോട് പത്രം വിൽക്കാൻ വേണ്ടി വന്നില്ലേ, എന്റെ അമ്മ തന്ന 1.5 പവന്റെ മാല ഈ പത്രക്കെട്ടിന്റെ ഉള്ളിലെ ചേട്ടാ ഞാൻ ഒളിപ്പിച്ചു വെച്ചേ. അതെ അതെ, അമ്മ തന്ന 1.5 പവന്റെ മാല ഈ പത്രക്കെട്ടിനകത്ത് ഞാൻ അത് യാതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിറ്റതാ. അതിന് തിരിച്ചു പ്ലീസ്. തരാം തരാം തരാം, തലവലിക്കൊണ്ടിരി തരാം, തല ആട്ടും. തരും. ശരിക്കും തരാം, ശരിക്കും തരാം. തരണാട്ടല്ലേ, തരിയേലെന്നുള്ള ആട്ടം അത്. ചേട്ടാ 1.5 പവന്റെ മാല പോയി നിൽക്കുമ്പോ തവല വായിക്കല്ലേ ചേട്ടാ. ഇതിനകത്തല്ല നിങ്ങൾ ഇതിനകത്തല്ലേ വെച്ചേക്കണം. ഇതാണോ 1.5 പവൻ ഉണ്ടല്ലോ അല്ലേ? വെറുതെ തൂക്കം കയറ്റി പറഞ്ഞു. അമ്മ പറഞ്ഞ കറക്റ്റ് 1.5 പവന് കൃത്യമായിട്ടുണ്ടോ? ഇങ്ങോട്ടോ ആയിക്കോട്ടെ. തന്നേക്ക് ചേട്ടാ, തന്നേക്ക് ചേട്ടാ. ദൈവമേ 200 രൂപയ്ക്ക് 1.5 പവന്റെ മാല കിട്ടിയല്ലോ. ഞങ്ങളാ അബദ്ധം പറ്റിക്കൊണ്ട് വെച്ചു. അല്ല ഇത് ഞാൻ മേടിച്ച സാധനം തിരിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനെ പറയല്ലേ ഏട്ടാ. അബദ്ധം പറ്റിയല്ലേ? ഇല്ലെന്ന് തരാൻ പറ്റില്ല. എന്റെ സാധനമാണ്, പിന്നെ എങ്ങനെ ഞാൻ തിരിച്ചു തരുന്നത്? ചേട്ടാ എന്റെ അമ്മ അറിഞ്ഞ പ്രശ്നവും ചേട്ടാ മാലതായിട്ട്. നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തേക്കാം. 50-50, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, 50-50. ആയിക്കോട്ടെ. 1.5 ലക്ഷം രൂപ 75,000 രൂപ തരും. നീ മിണ്ടാന്നേ, കിട്ടണം മേടിക്കാം. വേണമെങ്കിൽ പിന്നെ അത് കേസ് കൊടുക്കും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയട്ടെ. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറയേ. 75,000 രൂപ ഞാൻ തരും. ശരി, 80 ഉറപ്പിച്ച്. 80 പറ്റത്തില്ല. 85 ഇതെന്താണ് ഇവർ എന്തിന്? 90 നമുക്ക് ഫിക്സ് ചെയ്യാം. കൂടി പോവാണ് കേട്ടോ. കറക്റ്റ് ആണല്ലോ. 1.5 പവൻ ഉണ്ടല്ലോ. 90. 60,000 രൂപ. എനിക്ക് നഷ്ടമാണ് ഈ കച്ചവടം. നഷ്ടാ? തനിക്ക് എന്താണ് നഷ്ടം? 90,000 രൂപ. 90,000 രൂപ ഉണ്ട്. നീ ഇതിന്റെ കേസും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. അവിടെ മുഖം തെളിയുന്നില്ല ചേട്ടാ. അമ്മ വിളിക്കണെന്നാ. അമ്മ വിളിക്കണെന്ന്. ഈ കാര്യം മിണ്ടല്ലേ? ഇല്ല. ഹലോ അമ്മേ. ആ മോളെ, എന്താ അമ്മേ? മോൾ ഇവിടെ വന്നപ്പോ അമ്മ അന്നൊരു 1.5 പവന്റെ മാല തന്നു വിട്ടില്ലേ? അത് എന്റെ രണ്ടമ്മേ, എന്റെ രണ്ട്. ആ മോൾ അത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യരുതേ. അതെന്താ അമ്മേ? എടി പെണ്ണെ, അത് മുക്കുപണ്ടവാ. എടി അന്ന് നിന്റെ കെട്ടിയവൻ ഇവിടെ വന്ന് കിടന്ന് ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തതാ. ശരി അമ്മേ, താങ്ക് യു. ഓക്കെ. മുക്കോണ്ടായിരുന്നല്ലേ? ഈ സമയത്ത് തബല വായിക്കണ ശരിയാണ്. ഇതാണ് തബലക്ക് പറ്റിയ ടൈം. നമ്മള് ക്ലൈമാക്സ് ആയ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മാല ഞാൻ അങ്ങോട്ട് വന്നിട്ട് 90,000 രൂപ തിരിച്ചിങ്ങോട്ട് തന്നെ അല്ലേ ക്ലൈമാക്സിന് ഒരു പഞ്ച് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. വിറ്റ സാധനം തിരിച്ചെടുക്കുന്നില്ല. അയ്യോ, 1200 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ച സാധനം ഞാൻ 90,000 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു. ഇപ്പോഴാണോ തന്റെ പേര് കറക്റ്റ് ആയത്? കേമനാ മോഹനൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.